എന്നെ സംബന്ധിച്ച് എനിക്കൊരു നായകൻ വേഷങ്ങൾ തിരിച്ചു കിട്ടില്ല. തിരിച്ചു കിട്ടിയാൽ തന്നെയും സിനിമ മാറിയിരിക്കും. യു ആർ ഔട്ട് ഓഫ് സൈഡ്. മറ്റൊരാളുടെ മൈൻഡിൽ ഇല്ല നമ്മൾ. കാരണം എനിക്കൊരു പേരുണ്ട്, എനിക്ക് അവസരങ്ങളുണ്ട്. കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ആളെ കുറിച്ച് പിന്നെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കൊന്നുമില്ല. അമ്മയുടെ ഫംഗ്ഷൻ ആണെന്ന് തോന്നുന്നു. കണ്ടപ്പോഴും പുള്ളി മുഖം തരുന്നു. എല്ലാ ഓപ്പോസിറ്റ് ആർട്ടിസ്റ്റ് മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഒരു ഇല്ലുമില്ല. എന്റെ ഭാഷയെ പറയണെങ്കിൽ ഞാൻ പൊറോട്ട അടിച്ചായാലും ഇലക്ഷന് മാത്രം വിളിക്കുന്ന ആൾക്കാർ തവണ അയാൾ എന്നെ വിളിച്ചു. അദ്ദേഹം എക്സിക്യൂട്ടീവ് കമ്മിറ്റീന് മത്സരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിൽക്കുമ്പോൾ വോട്ട് വേണം. അതാണ് സിനിമ. എന്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് വിനയൻ സാറാണ്. എല്ലാ പടത്തിലും നല്ല വേഷം ഇലക്ക് വന്നിട്ട് കൃഷ്ണ ബിഗ് ബോസിലേക്ക് പോണു. വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാരണം പണി തിരിഞ്ഞു നോക്കുന്ന അനീതി പ്രാവുന്ന സിനിമ. ചെറിയ ചെറിയ ബോണസുകൾ ഇടയ്ക്കിടയ്ക്കാണ്. അങ്ങനെ ഒരു ബോണസാണ് സാഹസം. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ലിവ് ആൻഡ് മൊമെന്റ് ആണ്. കാരണം നാളെ ഒരു തമിഴ് പടം ഇറങ്ങുന്നുണ്ടെന്ന് കയറി സൈഡിലേക്ക് മാറും. സൈഡില്ല. പണം കൊണ്ട് വീട് നിർമ്മിക്കാം എന്ന നൂതന ആശയവുമായി മലയാളികൾക്കരികിലേക്ക് എത്തിയ ബൈറ്റ് ഹോംസ് ഫോർ 500 സക്സസ്ഫുൾ പ്രൊജക്ടുകളുടെ നിറവിൽ നിൽക്കുമ്പോൾ മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഒരുക്കുന്നു ബൈറ്റ് ഹോംസ് ഫോർ ഉത്സവം 2025 ഓഗസ്റ്റ് 27 കൊച്ചി അസീസിയ കൺവെൻഷൻ സെന്ററിൽ വെച്ച്. അപ്പോൾ കാത്തിരിക്കാം കാഴ്ചയുടെ കൗതുകം ഉണരും വരെ. മലയാളം കാത്തിരിക്കുന്ന ആഘോഷവേദി ബൈറ്റ് ഹോംസ് ഫോർ ഉത്സവം 2025. കാത്തിരിക്കാം കാഴ്ചയുടെ കൗതുകം ഉണരും വരെ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ബി വിത്ത് രമ്യയിൽ ഇന്ന് എന്നോടൊപ്പം കൃഷ്ണ. ഹലോ. യെസ് കൃഷ്ണ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. സുഖമായിട്ടിരിക്കുന്നു? ഓക്കെ. കുറെ കൃഷ്ണ എന്താ പറയാ, എത്ര വർഷങ്ങളായിട്ട് നമ്മുടെ മലയാള സിനിമയുടെ ഭാഗമായിട്ടുള്ളതാണ്. 14 വയസ്സിൽ വന്നതാണ്. അത്രയും എന്നെ ഓൾഡ് ആക്കണ്ട. പക്ഷെ പ്രായം പറയണ്ടേ, 14 വയസ്സിൽ വന്നെന്നാ ഞാൻ പറഞ്ഞോളൂ. എന്നാ ശരിയായിക്കോ അല്ലേ? അതെല്ലാവർക്കും അറിയാം. ഈവൻ വിക്കിപീഡിയയിലേക്ക് നോക്കി കഴിഞ്ഞാൽ അതിൽ അന്ന് എഴുതി വെച്ചിട്ടുണ്ട് നെപ്പോളിയനിൽ സ്റ്റാർട്ട് ചെയ്തെന്നല്ലേ. പക്ഷെ അതൊന്നുമല്ല, ഏജിന്റെ ഇതൊന്നുമല്ല പറയാൻ വന്നേ. അത്രയും വർഷമായിട്ട് നമുക്ക് നമ്മുടെ ഒരു ഫാമിലിയിൽ ഒരാളെന്ന് പറഞ്ഞ വ്യൂവേഴ്സ് എല്ലാവരും കൃഷ്ണ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും എത്ര സിനിമകളുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഓൾ ദീസ് ഇത്രയും ഇയേഴ്സും കൊണ്ട് ഒരുപാട് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ കൃഷ്ണയുടെ ഒരു ലിസ്റ്റിലേക്ക് നോക്കിയാൽ ഇന്റർവ്യൂ കൊടുക്കാൻ ഭയങ്കര പിശുക്കാണ്. ഇന്റർവ്യൂ കഴിഞ്ഞ ഇവിടെ അപ്പൂസ് പറയും മൈൽ സ്റ്റോണില്, എന്താ എന്റെ ചേച്ചി നിങ്ങളുടെ ഈ ഇന്റർവ്യൂ തരാൻ പിശുക്കുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾ ലിസ്റ്റ് ഉണ്ട്, അതിനകത്ത് കൃഷ്ണയുടെ പേരുണ്ട്. അപ്പൊ പറഞ്ഞു ഭയങ്കര എന്താ തരുകയില്ല, ഇന്റർവ്യൂ തരുകയില്ല എന്ന് പറയും. പക്ഷെ അവസാനം അപ്പൂസ് വട്ടച്ചിട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പിടിച്ച് ഒരു 2 years മുമ്പേ കൃഷ്ണയുടെ ഒരു ഇന്റർവ്യൂ ഫസ്റ്റ് ഇന്റർവ്യൂ കേട്ടോ. സീരിയസ്ലി അങ്ങനെയല്ല, ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു ഇന്റർവ്യൂ ആയിരുന്നു ശരിക്കും. കാരണം ഞാൻ എന്നെ ഏതെങ്കിലും ഇന്റർവ്യൂവർ കൈ കിട്ടിക്കഴിഞ്ഞാൽ ലോക്ക് ചെയ്ത് കളയും. കാരണം ഇങ്ങനെ ഓരോന്ന് ചെക്കഞ്ഞെടുത്ത്. അപ്പൊ ഞാൻ കഴിയുന്നതും ഇന്റർവ്യൂസ് ഒരു മിനിമം ലെവലിലേ പോകുള്ളൂ. അതെന്താ പേടിയെന്നായതുകൊണ്ട്? പേടിയെന്നുള്ളതല്ല, കാരണം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാതെ നമ്മൾ തുറന്നു പറഞ്ഞു പോകും. ഒബ്വിയസ്ലി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ നാച്ചുറൽ ആയിട്ട് നമ്മളെല്ലാം ഞാനിപ്പോ പഠിച്ചു. രമ്യോളോട് ഞാൻ ഒന്നും പറയില്ല, ഞാൻ കെയർഫുൾ ആയിരിക്കുള്ളൂ. എനിക്ക് ഭയങ്കര പേടിയും കൂടിയാണ്. ഞാൻ എന്താണോ കൃഷ്ണ അങ്ങനെ പറയണേ? അതിനകത്ത് എന്തോ ഒരു ഇതുണ്ടല്ലോ. ഇപ്പൊ ആൾക്കാരിട്ട് എന്നെ ട്രോളും വീണ്ടും. ഞാൻ എന്താ അങ്ങനെ ചോദിക്കുന്നത്? രമ്യക്കൊരു നാക്കുണ്ട്. നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ പതുക്കെ നമ്മൾ തോണ്ടി അത് ഞങ്ങളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കും. എല്ലാം പഠിച്ചിട്ടാ വന്നാ ഞാൻ. എന്റെ അമ്മ, എന്നാ പിന്നെ ഞാൻ എണീറ്റ് പോട്ടെ. ഞാൻ എന്ത് ചോദിച്ചാലും എന്ത് വേണമെങ്കിലും ചോദിച്ചു. അപ്പൊ നമ്മള് സംസാരിച്ച് ഇങ്ങനെ പോകും. പിന്നെ നിങ്ങൾ ആക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഇതൊക്കെ അറിയാനല്ലേ നമ്മുടെ ഇന്റർവ്യൂ ആൾക്കാർ കാണുന്നത് തന്നെ. അപ്പൊ അങ്ങനെ അങ്ങ് സംസാരിച്ചു പോകുന്നതാണ്. എനിവേ, എന്തെങ്കിലും പറയാൻ താല്പര്യമില്ലെങ്കിൽ അപ്പൊ തന്നെ പറയാം എനിക്ക് താല്പര്യമില്ല പറയാൻ. അതിനല്ലല്ലോ നമ്മളിരിക്കുന്നത്. നമുക്ക് കൃഷ്ണയുടെ വായിൽ നിന്നും കൃഷ്ണയുടെ മധുര വാക്കുകളിലൂടെ വിശേഷങ്ങളൊക്കെ അറിയണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും അൺകംഫർട്ടബിൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ചോദിക്കണ്ട, അല്ലെങ്കിൽ യെസ് അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ചായ കുടിച്ച് തന്നെ പോവാം. ചായ തന്നെയാണ് താങ്കളുടേത്. ദിസ് ഇസ് മൈ. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, അങ്ങനെ അപ്പൂസ് പറഞ്ഞു കുറെ നാൾക്ക് ശേഷം അങ്ങനെ പിടിച്ചു എന്നൊക്കെ. എന്നിട്ട് ആ ഇന്റർവ്യൂ ശരിക്കും ശ്രദ്ധിക്കപ്പെട്ടു. അത് എനിവേ കൃഷ്ണ ഫസ്റ്റ് ടൈം കൊടുക്കുന്നതാണ് ഇപ്പോൾ. അന്ന് ഒരുപാട്, കാരണം ഈ ഡിജിറ്റലില് കൃഷ്ണനെ അധികം കാണാതിരിക്കുന്നതുകൊണ്ട് തന്നെ കൃഷ്ണയുടെ ഇന്റർവ്യൂ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. അതിനകത്ത് തന്നെയും കൃഷ്ണ പറഞ്ഞു പോയത് അത് ഇങ്ങനെ റീൽസിലും ഷോർട്സിലും ഒക്കെ ഒരുപാട് അതങ്ങ് വൈറലായി. കാരണം കൃഷ്ണനെ ഈ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള പല ആൾക്കാരും മറ്റു ചില ആക്ടേഴ്സൊക്കെ കൃഷ്ണനെ കാണുമ്പോൾ പോലും
മൈൻഡ് ചെയ്യാതെ അങ്ങ് പോണു, അവർ ചിലപ്പം അത്രയും ഇത് തരുന്നില്ല, അവഗണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു അന്നത്തെ ഇന്റർവ്യൂല്. അന്നത് ഭയങ്കരമായിട്ടും ഇതിങ്ങനെ സ്റ്റിൽ ചില സമയത്ത് ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞതെല്ലാം ശരിയാണ്, കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ അത്തരം ഒരുപാട് ആൾക്കാരെ കാണും. കാരണം അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫ്രണ്ട്സായി നിൽക്കുന്നവരൊക്കെ നല്ല ടോപ്പ് ലെവലിൽ ഇരിക്കുമ്പോ നമ്മൾ ആ ലെവലിലോട്ട് വരാത്തപ്പോ ഒരു ചെറിയൊരു ഇൻകമ്പാറ്റബിലിറ്റി, കാരണം അവരെ നമ്മുടെ കൂടെ കൂട്ടുമ്പോ. പക്ഷെ അതൊന്നും ബോധറാവേണ്ട കാര്യമില്ല എന്ന് എനിക്ക് നേരിട്ട് പോകാൻ എനിക്ക് മനസ്സിലായി. ആ ഒരു സെക്യൂരിറ്റിയോ ഇൻസെക്യൂരിറ്റിയോ കൃഷ്ണയ്ക്കും തോന്നുന്നുണ്ടോ? എനിക്ക് ഇൻസെക്യൂരിറ്റി ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അതൊരു ചോദ്യം ചോദിക്കുമ്പോ, സി വൈ ദീസ് പീപ്പിൾ ബിഹേവ് ലൈക്ക് ദിസ്, ആ ഒരു ചോദ്യം മാത്രം. പക്ഷെ ഞാൻ അതൊക്കെ മേലെയാണ്. ഞാനതൊന്നും കാരണം ഞാൻ ഇത്രയും നാള് എത്തിയത് ഫൈറ്റ് ചെയ്തിട്ട് എത്തിയത്. ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ആണെങ്കിലും എനിക്ക് ചോദിക്കുന്നതിന് ഒരു വേഷം ചോദിക്കുന്നതിന് എനിക്ക് മടിയില്ല. കാരണം എന്റെ ഒരു മോഡ്യൂൾ അങ്ങനത്തെ ഒരു മോഡ്യൂളാണ്, ഭയങ്കര ഫ്രീ മോഡ്യൂളാണ്. സ്റ്റിൽ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എത്ര നാള് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം സിനിമ മാറിയിരിക്കുന്നു. കാരണം ഇപ്പോഴത്തെ മലയാള സിനിമയുടെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചെറുപ്പക്കാരാണ്. ഈവൻ നമുക്കൊരു നോൺ ഫേസിന്റെ ആവശ്യം ഇല്ല. ഫ്രം ടെക്നിക്കൽ സൈഡ് ടു സ്ക്രീനിലേക്ക് വരുമ്പോഴും എല്ലാം ഒരു പുതിയൊരു ഡയറക്ടർ വരുമ്പോൾ ആ ഡയറക്ടർ ഹിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് അടുത്ത പടം കിട്ടുള്ളൂ. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ഒരു ഡയറക്ടർ ഹിറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത പടങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോ നമ്മളെ പോലെ ഒരു ആക്ടറിന് നമുക്കൊരു ഡയറക്ടറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും അടുത്ത ആൾ കയറി വരും. അതാണ് ഇപ്പം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ടു മെനി ടെക്നിക്കൽ സൈഡിലാണെങ്കിലും ആക്ടേഴ്സിന്റെ സൈഡിലാണെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരും വന്നിട്ട് ഇങ്ങനെ ഒരുപാട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഒരു ഭയങ്കര ഒരു ടൈറ്റ് കോമ്പറ്റീഷനും വിത്തിൻ നിങ്ങൾക്ക് അതിനുള്ളിൽ തന്നെ അത് ഫീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് നമ്മുടെ ഒരു സർവൈവൽ എന്ന് പറയുന്നത് ശരിക്കും ലിറ്ററലി ഇറ്റ്സ് എ കോമ്പറ്റീഷൻ എന്ന് പറയാൻ പറ്റില്ല, പാടാണ്. അതിന് എത്ര നാളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള മാക്സിമം ട്രൈ ചെയ്യാം. സോ എങ്ങനെ പിടിച്ചു നിൽക്കുക? അതായത് വളരെ ഒരു എളുപ്പം വഴിയല്ല. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നർ സെൽഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തേടി പോവുകയാണ്. നമുക്ക് നമ്മുടെ വേഷങ്ങള് ഇപ്പൊ പലപ്പോഴും ഞാൻ ഓരോ ഡയറക്ടേഴ്സിനെ വിളിക്കുമ്പോഴും അവർക്ക് കൃഷ്ണ എന്ന് പറയുമ്പോൾ മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഒരു സമയത്ത്. എന്തുകൊണ്ട് ഇവർക്ക് കാരണം ഏജ് ആൻഡ് ഗ്യാപ്പ്. ലൈം ലൈറ്റിലുണ്ട്, പക്ഷെ എന്നാലും ഒരു ഗ്യാപ്പ് വരുമ്പോ ഔട്ട് ഓഫ് സൈറ്റ് ഇസ് ഔട്ട് ഓഫ് മൈൻഡ്. എക്സാക്ട്ലി, ഇറ്റ് ഈസ് ട്രൂ അല്ലേ? പിന്നെ നമ്മള് ഇപ്പൊ ഓരോരുത്തരും പറയും ഓരോ ആക്ടേഴ്സും ടെക്നോളജിയായിട്ട് അപ്ഡേറ്റഡ് ആണെന്നൊക്കെ പറയും. നമുക്കത് അപ്ഡേറ്റഡ് ആകാനുള്ള അവസരം കിട്ടിയാലേ ടെക്നോളജിയുടെ അപ്ഡേറ്റഡ് ആകാൻ പറ്റും. സോ യു ആർ ഔട്ട് ഓഫ് സൈറ്റ്. മറ്റേ മൈൻഡിൽ ഇല്ല നമ്മള്. പക്ഷെ എനിക്ക് എവിടെയൊക്കെയോ ചെറിയ ബോണസുകൾ ഇടയ്ക്ക് ദൈവം കൊണ്ടുവന്ന് ഇട്ട് തരും. അങ്ങനെ ഒരു ബോണസാണ് ഇപ്പൊ ലിവിങ് അറ്റ് ദ മൊമെന്റ് എന്ന് പറയുന്നത്. What is that? സാഹസം. സാഹസം നല്ല രീതിയിൽ തിയേറ്ററിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. കാരണം ഒരു സർപ്രൈസ് എലിമെന്റ് ഉണ്ട് ശരിക്കും. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ആകെ 2-3 മിനിറ്റേ ഉള്ളൂ എൻ്റെ അത്. പക്ഷെ എന്നാലും എന്റെ പഴയ ഒരു സിനിമയിലെ ഒരു ഹിറ്റ് പാട്ട് അതിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ലിവ് അറ്റ് ദ മൊമെന്റ് ആണ്. കാരണം ഒരു വെള്ളിയാഴ്ച ഇപ്പൊ നാളെ ഒരു തമിഴ് പടം ഇറങ്ങുന്നുണ്ടെന്ന് വിചാരിക്കുക, ഒരു വലിയ സൂപ്പർ സ്റ്റാറിന്റെ പടം ഇറങ്ങുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ പടം സൈഡിലേക്ക് മാറും. സൈഡല്ല, സൂപ്പർ സ്റ്റാർ തമിഴ് പടങ്ങളൊക്കെ ഇറങ്ങുമ്പോ അതങ്ങനെ പോകും. പക്ഷെ ആ പടം ഓടിയില്ലെങ്കിൽ തിരിച്ചു വരും. അങ്ങനെയും സംഭവിക്കാം. യെസ്, അതെ. ആൾക്കാര് ഇപ്പൊ എന്താ പറയാ, ഇത് ഇത്രയും വലിയൊരു അത് ഭയങ്കര കോളിളക്കം സൃഷ്ടിച്ച് ചിലതൊക്കെ വരുമ്പോഴും സിനിമയ്ക്കാണല്ലോ അവിടെ നല്ല സ്ക്രിപ്റ്റ്, നല്ല സിനിമയാണെങ്കിൽ അത് കാണാൻ ആൾക്കാർ എന്തായാലും എത്തിയിരിക്കും. അത് എത്ര ഒരു സ്റ്റാർ വാല്യൂ ഉള്ള മൂവി തൊട്ടപ്പുറം കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പുറം കളിക്കുന്നത് ഒരു സ്റ്റാർ സ്റ്റാർട്ടഡ് മൂവി അല്ലെങ്കിലും ആ സിനിമയ്ക്ക് നല്ലൊരു ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ കണ്ടോ? ഇല്ല, സാഹസം കാണാൻ പറ്റിയില്ല. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നല്ല ഓട്ടത്തിലായിരുന്നു. കാണണം ഇനിയിപ്പം. യെസ്, കോഫി കുടിക്കും. അപ്പൊ നമുക്ക് സാഹസത്തിൽ തന്നെ സാഹസം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്.
യങ്സ്റ്റേഴ്സ് തന്നെ ഒരുപാടുള്ള ഒരു മൂവി തന്നെയാണ്. അപ്പോൾ കൃഷ്ണയും എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും നാളുകളായിട്ട് പല പല ജനറേഷന്റെ കൂടെയും അല്ലെ പല മൂവിയുടെയും ഒരുപാട് മൂവിയുടെ ഭാഗമായിട്ടുണ്ട്. എഗെയിൻ ഇപ്പത്തെ നമ്മുടെ യൂത്തിന്റെ കൂടെ ഈ ഒരു അഭിനയിക്കാൻ പറ്റുമ്പോൾ ആ ഒരു 2-3 minutes ആണ് സീക്വൻസ് എന്ന് പറഞ്ഞു എങ്കിൽ പോലും അവരുടെ കൂടെ അഭിനയിച്ചത് ആ ഒരു എക്സ്പീരിയൻസ്. ഈ ന്യൂജൻ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഭയങ്കര ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും. കാരണം അവർക്കൊരു ഗ്രാസ്പിംഗ് പവർ ഭയങ്കരമാണ് എല്ലാ കാര്യത്തിലും. എൻ്റെ ഒരു സമയത്ത് എൻ്റെ ഒരു കാലഘട്ടത്തിലെ പിള്ളേർക്ക് നമുക്ക് ഈ ഗ്രാസ്പിംഗ് പവർ ഇമ്പ്രൂവ് ചെയ്യാനും ഈ അവന്യൂസും ഒന്നുമില്ല. ഇവരെല്ലാ രീതിയിലും അപ്ഡേറ്റഡ് ആണ്. അപ്പൊ അവരുടെ ലേണിംഗ് സ്കിൽ ഫാസ്റ്റ് ആണ്, അവരുടെ ആക്ടിങ് സ്കിൽസും നമ്മളെക്കാട്ടിലും ഫാസ്റ്റ് ആണ്. അപ്പൊ കുറച്ച് പാടുപെടും. എന്നാൽ തന്നെയും നമുക്കൊരു സാധനം ഉണ്ടല്ലോ കയ്യിൽ, അതിങ്ങനെ പോളിഷ് ചെയ്ത് നമ്മൾ കൊണ്ടുവരുമ്പോ നമ്മൾ മാച്ച് ചെയ്യും. അപ്പൊ കൃഷ്ണ പറഞ്ഞ അനുസരിച്ചിട്ട് ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ ആക്ച്വലി ജസ്റ്റ് ടു ഡീൽ വിത്ത് ഇപ്പത്തെ ഈ ഒരു ജെൻസി കിഡ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പത്തെ മൂവിയുടെ ഭാഗമാവാനായിട്ട് ഇപ്പം കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ എന്നെ സംബന്ധിച്ച് എനിക്കൊരു നായകൻ വേഷങ്ങൾ തിരിച്ചു കിട്ടില്ല. ഓക്കെ, തിരിച്ചു കിട്ടിയാൽ തന്നെയും ഞാൻ ചെയ്യില്ല. കാരണം ഒന്നാമതെ ആ കാലഘട്ടം കഴിഞ്ഞു. എനിക്ക് ക്യാരക്ടർ വേഷങ്ങൾ കിട്ടും, ഇതിനകത്ത് മതി. ജെൻസി കിഡ്സിന് അത് വേണ്ട. അവരെല്ലാരും നായകന്മാരുടെ ഗ്രൂപ്പാണ് അവർക്ക് താല്പര്യം. ക്യാരക്ടേഴ്സ് ചെയ്യാൻ ആർട്ടിസ്റ്റ് തന്നെ വേണം. അപ്പൊ അതൊരു എലിമെന്റ് എവിടെയോ കിടക്കുന്നുണ്ട്. അത് കയറി പിടിച്ചാൽ ഒരു 10 വർഷം കൂടെ പോവാം. ആരാണ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അഡ്വൈസ് ചെയ്ത്? മെന്റർ ആരാണ്? അതായത് you fall പഠിക്കും. ഞാനൊരു രസമാട്ടോ. കാരണം നമ്മള് ഒന്നെങ്കിൽ നമുക്കൊരു ഡിപ്രഷൻ ലെവലിലോട്ട് പോവാം, അല്ലെങ്കിൽ നമുക്ക് രസകരമായിട്ട് ഫൈറ്റ് ചെയ്ത് ഞാൻ ആ ഒരു മൂഡിൽ കയറി പോവാണ്. അപ്പൊ എപ്പോഴെങ്കിലും ഡിപ്രഷനിൽ പോയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. എന്തിന്? കാരണം എനിക്കൊരു പേരുണ്ട്, എനിക്ക് അവസരങ്ങളുണ്ട്. ഞാൻ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഡിപ്രഷനിൽ പോകേണ്ട കാര്യമില്ല. പിന്നെ അന്നത്തെ നായകൻ ലെവലിലുള്ള ആൾ ഇന്നത്തെ നായകൻ നമ്മളങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. എപ്പോഴും നമുക്ക് അങ്ങനെ തിളങ്ങി നിൽക്കാൻ പറ്റില്ല. നമ്മളും ആക്സെപ്റ്റ് ചെയ്യണം അല്ലെ, ഓരോ ഡേ മാറിക്കൊണ്ടിരിക്കും. നമുക്കും ചെയ്യുന്നില്ല. ദിവസങ്ങൾ മാറുന്നു, മണിക്കൂറുകൾ മാറുന്നു, പക്ഷെ വി ആർ സ്റ്റിൽ ദ സെയിം. ഈ നരയൊക്കെ ഞാൻ ജസ്റ്റ് വെച്ചിരിക്കുന്നേ. എന്റെ തല നോക്കിക്കേ, ഒരു നര പോലും ഇല്ല. ആണല്ലേ? അതെ, എനിക്ക് കാണാം. അല്ല, ഒരാഴ്ച മുമ്പേ തോന്നുന്നു അതിന്റെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അത് എനിവേ അതവിടെ നിൽക്കട്ടെ കൃഷ്ണ. പക്ഷെ ഞാൻ ചോദിച്ചു വന്നത് വെച്ചാൽ നമ്മുടെ ഈ ഇതിനകത്ത് ഈ ട്രോൾ പോകുന്നുണ്ടായിരുന്നല്ലോ, കൃഷ്ണ പറഞ്ഞില്ല അത് ഫാക്ട് ആയിരുന്നു എന്നുള്ളത്. പിന്നീട് ഇതിങ്ങനെ കൃഷ്ണ പറഞ്ഞു, അത് സോഷ്യൽ മീഡിയയിലൂടെ ഫുൾ വന്നു. അതില് വന്നു കഴിഞ്ഞിട്ടും ഈ പോയ ആൾക്കാരെ വീണ്ടും കണ്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അതായത് രസമായിരുന്നു കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ആളെ കുറിച്ച് പിന്നെ കാണുമ്പോ ഇപ്പൊ കെട്ടിപ്പിടിക്കൊന്നുമില്ല. കാരണം ആ കൊള്ളേന്റെ അടുത്ത് മർമ്മത്തി കൊണ്ടു. ഇപ്പൊ വിളിയൊന്നുമില്ല. വിളിച്ചാൽ ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി ഞാനൊരു റെസ്റ്റോറന്റ് നടത്തുന്നുണ്ടായിരുന്നു. വേറൊരു കാര്യത്തിന് വിളിച്ചപ്പോ പുള്ളി അറ്റൻഡ് ഒന്നും ചെയ്തില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എവിടെയോ പുള്ളിക്ക് ഒരു ചെറിയ സ്കെച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചടങ്ങ് അമ്മയുടെ ഫംഗ്ഷൻ ആണെന്ന് തോന്നുന്നു. കണ്ടപ്പോഴും പുള്ളി മുഖം തരുന്നില്ല. അല്ല, അത് നോക്കണ്ട. ഞാൻ ഈ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ പോലെ ആരെങ്കിലും അങ്ങനെ ഇങ്ങനെ മെന്റലി എങ്ങാനും ഇങ്ങനത്തെ ഒരു വിഷമത്തിൽ കിടക്കുവാണെങ്കിൽ ഐ എം ജസ്റ്റ് ടെല്ലിങ് ഹിം എ രീതി ടു ഡീൽ വിത്ത് ഇറ്റ്. എന്നെ ഓപ്പോസിറ്റ് ആർട്ടിസ്റ്റ് മൈൻഡ് ചെയ്യാത്തോണ്ട് എനിക്ക് ഒരു പുല്ലും ഇല്ല. കാരണം എന്റെ മെച്ചലും എന്റെ കറേജും ഇതൊന്നുമല്ല. ഞാൻ എങ്ങനെയും എന്റെ ഭാഷയെ പറയണെങ്കിൽ ഞാൻ പൊറോട്ട അടിച്ചായാലും ജീവിക്കും. പിന്നെ എനിക്ക് ആരെയും നോക്കേണ്ട കാര്യമില്ല. എനിക്ക് കാരണം എനിക്ക് ആരും ഇവരല്ല ഈ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളോ ഈ എന്താ പറയുന്നത്, ഇവരുടെ റെക്കമെൻഡേഷൻ അല്ല ഞാൻ കയറിപ്പോകും. ഞാൻ എൻ്റെ ഒരു ഇരിപ്പ് വശം വെച്ച് ഞാൻ എങ്ങനെ മൂവ് ചെയ്യുന്നു. ആക്ച്വലി ബേസിക്കലി ഐ എം എ ഡിപ്ലോമാറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് വിനയൻ സാറാണ്. വിനയൻ സാറിന്റെ പടങ്ങൾ എല്ലാ പടത്തിലും നല്ല വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇൻഡിപെൻഡൻസ് ഈ പാട്ട് ഇൻഡിപെൻഡൻസ് എന്ന സിനിമയിലെ പാട്ട് വിനയൻ സാറിന്റെ പടത്തില്, വിനയൻ സാറിന്റെ മകന്റെ പടത്തില്, ആനന്ദ് ശ്രീബാല 19ാം നൂറ്റാണ്ട് വിനയൻ സാർ തിരിച്ചു വന്നപ്പോഴും വിനയൻ സാറിന്
ഇത് വന്നിരുന്നു, എന്താ പറഞ്ഞ വിലക്ക് വന്നിരുന്നു. മറ്റേ ഇഷ്യൂ ഇതില്ല. ഈ മറ്റേ ഇഷ്യൂ വന്നപ്പോ എന്റെ അടുത്ത് കുറെ ആൾക്കാർ പറഞ്ഞു, എടാ നീ ഒന്നും ചെയ്തേക്കില്ല, നിന്റെ ലൈഫ് പോവും, നീ ഒന്നാ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, നീ അങ്ങനെ കയറിപ്പോവല്ലേ. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്ക് ആർക്കും ഒരു പാരയും ഒരു പരാതിയും ഒന്നിനും വരുന്നില്ല, എന്റെ ഒഴുക്കി പോവാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് വിലക്ക് വന്നില്ല. നാളെ വരുമെന്ന് അറിയില്ല ഇന്റർവ്യൂ, എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നെ വിലക്കാൻ മാത്രം അത്രയ്ക്കും വേണമെങ്കിൽ വിലക്കിക്കോട്ടെ. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് വർക്കില്ലാത്ത സമയത്ത് എനിക്ക് വർക്ക് തന്ന ഒരു മനുഷ്യനാണ്. ഇന്നും ഞാൻ തിരിച്ച് സജീവമായത് ഈ ഒരു ഒറ്റപ്പാട്ട്. ഞാൻ നാളെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. നാളെ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മറ്റേ രീതിയിലല്ല, സിനിമയിലുണ്ടോ അറിയില്ല. ഈ ഒരു ഒറ്റപ്പാട്ട് പുള്ളിയുടെ ഒരു സിനിമയിലെ പാട്ടാണ്, ഒരു മുത്തം തേടി ദൂരെ പോയെന്ന്. ആ സിനിമയുടെ തുടക്കം, സാഹസിന്റെ തുടക്കം ആ പാട്ടാണ്. അപ്പൊ ഐ എം വെരി മച്ച് ഇൻഡെറ്റഡ് ടു മൈ ലൈഫ് ടൈം. ഇങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ. പക്ഷെ എന്താ വെച്ചാൽ എല്ലാരും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയും പണി കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ സിനിമയുടെ പേര് പറയില്ല, വളരെ പ്രശസ്തമായ ഒരു സിനിമയില് എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു നിമിഷം കൊണ്ട് മാറും. അതൊക്കെ സിനിമയുടെ ഭാഗമാണ്. യെസ്, അത് എപ്പോഴും സംഭവിക്കുന്നതാണല്ലേ. നമുക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ച കഥാപാത്രവും നമ്മൾ അതിന് വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പും ഒരുപക്ഷെ പെട്ടിയും പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടാവും. ആ സമയത്ത് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറയും. ഇത് എത്രയോ പേർക്കാണ് കൃഷ്ണ ഇതേപോലെ വന്നിരിക്കുന്നത്. ഞാനൊരു ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു സിനിമ, പാലക്കാട് വെച്ചൊരു സിനിമ, എനിക്കൊരു വേഷം വന്നിരുന്നു. അപ്പൊ ആ സിനിമയില് ഞാൻ 1-2 കാര്യത്തിൽ കടപ്പെടുത്തം പിടിക്കുന്ന ഒരാളാണ്. ആ സിനിമയിൽ ഞാനൊരു സംസാരം, അതെന്തൊക്കെ കാര്യം പറയാൻ പറ്റുമോ? മാത്രം പറഞ്ഞത് ചെറിയ രീതിയിൽ. അപ്പൊ എന്റെ അടുത്ത് അതിലെ ഒരാള് പറഞ്ഞു, ചേട്ടാ കേറി വാ. എനിക്ക് ആ ചേട്ടാ കേറി വാന്നൊരു ടോൺ ഇഷ്ടമായില്ല. നമുക്ക് സംസാരിക്കാം, ആ ടോൺ ഇഷ്ടമായില്ല. അപ്പൊ ഞാൻ ഉള്ളിൽ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ കേറി വാന്നൊക്കെ പറയുന്നു. അപ്പൊ അതിന്റെ അർത്ഥം രസമില്ല. പിന്നെ പോട്ടെ പിള്ളേരല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. വൈകിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പോഴേക്ക് ഞാൻ റീപ്ലേസ്ഡ് ആയി. അതാണ് സിനിമ. കാരണം ആരും ഇമ്പോർട്ടന്റ് അല്ല, ആ ലെവലിലോട്ട് ആയി കഴിഞ്ഞു. പക്ഷെ നല്ലതാണ്, കാരണം ഒരുത്തനും കളിക്കില്ല സിനിമയിൽ. നീ ഇല്ലെങ്കിൽ വേറെ അങ്ങനെ വേണമെന്നേ. ഇപ്പൊ പറഞ്ഞില്ലേ, ഒരു വിളിച്ചത് ആരും ആയിക്കോട്ടെ, നമുക്ക് കിട്ടേണ്ട റെസ്പെക്ട്, ഒരു ഹ്യൂമാനിറ്റേറിയൻ റെസ്പെക്ട് ഉണ്ടല്ലോ. ഞാൻ ഇത്രയും മൂവീസ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആള്, ഞാനൊരു സീനിയർ ആക്ടർ, അതൊന്നും അല്ല. നമുക്കൊരു ബേസിക് ഒരു ഹ്യൂമാനിറ്റേറിയൻ റെസ്പെക്ട് ബിറ്റ്വീൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊടുക്കണം. ആൻഡ് അത് എനിക്ക് കിട്ടണം എന്ന് വാശിയുള്ള ഒരാളാണ്. കേറി വാന്ന് നമുക്ക് ഇവിടെ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ വിളിക്കേണ്ട കാര്യമില്ല. അതെ. പക്ഷെ ഞാൻ ആളുടെ അടുത്ത് ഇപ്പോഴും ക്ലോസ് ആണ്. ഞാൻ അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് എന്തോ എന്നെ തന്നെ ഒരു, അല്ല ചേട്ടാ അങ്ങനെ പറഞ്ഞതല്ല, നമ്മുടെ ബന്ധം വെച്ച് പറഞ്ഞു. നമ്മളായിട്ട് അങ്ങനത്തെ ഒരു ബന്ധവും ഇല്ല. ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ആ സിസ്റ്റം നമ്മള് ഫ്രണ്ട്ഷിപ്പ് വേറെ. കാരണം നമുക്കൊരു ആവശ്യം വരുമ്പോ ഇവരാരും ഉണ്ടാവില്ല. നമ്മൾ എന്തുകൊണ്ട് അവര് വിളിക്കുന്നു? കാരണം എന്തെങ്കിലും ആ ക്യാരക്ടറിനോട് ഒരു ജസ്റ്റിസ് കാണിക്കാൻ പറ്റുന്ന, എന്നാൽ നമ്മളെക്കാട്ടിലും ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാലും ആ സമയം നമ്മുടെ നല്ലതാണ്. The time is good for us, that's why they called me. The time is good for me. അവരുടെ ടൈം അല്ല. മനസ്സിലായി. അപ്പൊ പക്ഷെ ഇങ്ങനത്തെ ഒരു ഫീല് നേരത്തെ ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. കാരണം നേരത്തെ ഈ നമ്മൾ കേട്ടെടുത്തോളം ഇൻഡസ്ട്രിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് കൊടുക്കുകയും ചെയ്യും, വാങ്ങുകയും ചെയ്യും. ഭയങ്കര മറ്റുള്ളവരെ ഇങ്ങനെ വളരെ ബഹുമാനത്തോടെയായിരുന്നു എല്ലാവരും. ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പം ആ ഒരു രീതിയിലായിരുന്നല്ലോ. ഇപ്പത്തെ പിള്ളേർ വന്നിട്ടെല്ലാം ഭയങ്കര വേറെ തന്നെ ഒരു ടോണിലാണ് അവർ സംസാരിക്കുന്നതും കാര്യങ്ങൾ എടുക്കുന്നതും. അപ്പൊ ശരിക്കും ഈ പല ജനറേഷന്റെ ഭാഗമായിട്ടും കൃഷ്ണ ഉള്ളത് കൊണ്ട് ഇടയ്ക്ക് വന്നു, ഇടയ്ക്ക് പോവും, ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പോകുന്നത് കൊണ്ടും കൂടെ കൃഷ്ണയ്ക്ക് ഇത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവണം. എന്റെ അടുത്ത് അധികം പേര് അങ്ങനെ ഒതുക്കൽ മട്ട് കാണിക്കില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് വേറെ ഒരു സൈഡും കൂടി ഉള്ളതുകൊണ്ട് ദൈവം സഹായിച്ചോ. നാളെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ദൈവം സഹായിച്ച ആ സൈഡ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇവന്റെ ഒക്കെ കാലെനിക്ക് ഉറച്ചു നിൽക്കാം. ഇപ്പോ നമുക്ക് നാളെ അമ്മ സംഘടനയുടെ ഇലക്ഷനാണ്. ഈ ഇലക്ഷന് മാത്രം വിളിക്കുന്ന ആൾക്കാരുണ്ട്, സത്യം. അല്ലെങ്കിൽ അവര് വിളിക്കില്ല. ഈ ഇലക്ഷൻ സമയത്ത് ഞാൻ ഒരാളുടെ അടുത്ത്, കൂട്ടുകാരൻ, അത് നമ്മുടെ മലയാള സിനിമയിൽ എന്നെ പോലെ നിൽക്കുന്ന ഒരാളാണ്. അയാളെ ഒരു സമയത്ത് നന്നായിട്ട് തിളങ്ങി കയറി വന്നു. കഴിഞ്ഞ അമ്മ മീറ്റിങ്ങിന് കണ്ടപ്പോ എന്റെ മുമ്പിൽ കൂടെ നിന്നപ്പോ പുള്ളിക്ക് നമ്മളെ ഫേസ് ചെയ്യാൻ, പുള്ളിക്ക് നമ്മളെ ആവശ്യമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അതായത് എനിക്ക് ഇതിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ലാത്ത രീതിയിൽ.
അപ്പൊ ഇത്തവണ അയാൾ എന്നെ വിളിച്ചു. അദ്ദേഹം എക്സിക്യൂട്ടീവ് കമ്മിറ്റീന് മത്സരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ നീ എന്നെ ഇപ്പൊ വിളിച്ചു, നീ സന്തോഷമുള്ളൂ വിളിച്ച, പക്ഷെ എന്റെ മനസ്സിലൊരു കാര്യം പറയാം. ഞാൻ നിന്റെ മുമ്പിൽ നേർക്ക് നേര് നിന്നിട്ട് നീ ജസ്റ്റ് എന്തൊക്കെയുണ്ട് അത്രേ ഉള്ളൂ. നീ അല്ലാതെ പക്ഷെ നമ്മൾ ഒരുമിച്ച് ഇന്ററാക്ട് ചെയ്ത് കോർട്ട. അപ്പൊ ആ പുള്ളിയുടെ ഒരു മനസ്സ് വെച്ചാൽ ഈ കൃഷ്ണയുടെ സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ആളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിൽക്കുമ്പോ അതിലെന്റെ വോട്ട് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊന്ന് ഓർത്ത് വെക്കണം, ഞാൻ നിനക്ക് ചെയ്യാം. കൃഷ്ണ പറഞ്ഞു അങ്ങനെ, പിന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. പക്ഷെ എനിക്ക് അതിൻ്റെ അടുത്ത് ഒരു ദേഷ്യവും ഇല്ല. എന്നിട്ട് ഞാൻ വേണമെങ്കിൽ ആളുടെ പേരും കൂടെ പേര് പറയണ്ട. കാരണം എന്നിട്ട് അയാളത് ക്ലിയർ ചെയ്തു. കൃഷ്ണ ഞാനും വളരെ, അപ്പൊ ഞാൻ അയാളുടെ കഥ കേൾക്കുമ്പോ അയാൾ എന്നെക്കാട്ടിലും ഇതൊക്കെ ഒരു ഷോ ആണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ ആക്ച്വലി അങ്ങനെ ഒരു ഷോ കാണിച്ചിട്ട് വേണോ നമുക്ക്? കൃഷ്ണ പറഞ്ഞ പോലെ ഫോൾസ് എലിമെന്റ് നിൽക്കുക. കാരണം ഇങ്ങനെ നിന്നാലേ നമുക്ക് മുന്നോട്ട് പോകാം. അതൊന്നും എനിക്കറിയില്ല. നമ്മൾ അങ്ങനെ നിന്നാലേ നമുക്ക് ആ ഒരു റെസ്പെക്ട് കിട്ടുള്ളൂ, അല്ലെ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടുള്ളൂ. അല്ല, അയാളുടെ മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ അടുത്ത് സംസാരിച്ചിട്ട് എന്തിനാ? മനസ്സിലായി എനിക്ക്. അതെ, എന്റെ മൈൻഡ് സെറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ അവൻ എത്ര നാളെ അവനെ കണ്ടിട്ട് എന്തൊക്കെയുണ്ടടാ, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ റിജക്ട് ചെയ്യാതെ നമ്മൾ അവോയ്ഡ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരാൾക്ക് വരുന്ന ഒരു പെയിൻ. കാരണം കൃഷ്ണ വളരെ സ്നേഹത്തോടെ, നമ്മൾ അത്രയും ഇന്റിമസിയോടെ നമ്മൾ ഒരാളുടെ അടുത്ത്, എന്റെ ഫ്രണ്ട് എന്റെ കൂടെ വന്ന ഒരാളെന്നുള്ളൊരു ആ ഒരു ഇന്റിമസിയോടെ നമ്മളൊരാളെ ഒന്ന് ഇത് ചെയ്യുമ്പോ തിരിച്ചിങ്ങനെ ഒരു കോൾ ഇത് കിട്ടുമ്പോ നമ്മൾ ശരിക്കും ഇൻസൾട്ട് ആവല്ലേ? അതാണ് സിനിമ, അത്രയേ ഉള്ളൂ ആൾക്കാർക്ക്. ദാറ്റ് ഈസ് യു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വരുമ്പോഴല്ലേ ബാക്ക് ആവുള്ളൂ. ഇത് ഇവിടത്തെ ബാക്ക് ആയി പോകും. രസമാട്ടോ. അപ്പൊ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, എടാ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം നേടുന്നത് ഓപ്പൺ ആയിട്ട് പറയും. ബിഫോർ ഐ ടോക്ക് ടു യു, ഇതാണ് സംഭവം. എടാ എന്റെ അവസ്ഥ വളരെ മോശമാണ്, എന്റെ കണ്ടീഷൻ ഇതാണ്, ഞാൻ എന്നെ തന്നെ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുവാണ്. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സോറി, ഞാൻ ചിലപ്പോൾ നിന്നെ തെറ്റിദ്ധരിച്ചാണെന്ന് പറഞ്ഞു, ഞാൻ നിനക്ക് വോട്ട് ചെയ്യാം. കാരണം അത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ എന്റെ തലയിൽ അവന്റെ കുറിച്ചുള്ള നെഗറ്റീവായി. രസം കേട്ടോ, സിനിമ രസം എന്ന് വെച്ചാൽ എല്ലാവർക്കും അല്ല കേട്ടോ, എന്നെപ്പോലെ അതുകൊണ്ടാണ് അതിനെ അത് ഈസി ആയിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ആളായിട്ട് ഞാൻ ഇപ്പോഴും നല്ല കമ്പനിയാണ്. ഞാൻ പേരെന്താ പറയാന്ന് വെച്ചാൽ, കാരണം അത് വേണ്ട, രമ്യ പറഞ്ഞ പോലെ വൈ അൺനെസറി ഡ്രാഗ്സ് വേണ്ട. നമ്മൾ അങ്ങനെ ആരുടെയും പേരെടുത്തിരുന്നുണ്ടല്ലോ. ആള് പുലിയാണ്. ആള് ഒരു ചില സമയത്ത് നമ്മൾ അങ്ങ് ഇരിക്കുമ്പോ എല്ലാ ഭാവങ്ങളും കയറി വരുന്ന നടനാണ്. എല്ലായിടത്തും ഇടിച്ചു നിൽക്കുന്ന ഒരു നടനാണ്. വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പൊ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയില് വരണമെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ആയിട്ടുള്ള ആരെങ്കിലും അല്ലേ വരുള്ളൂ. അവിടെ സ്മാർട്ട് അല്ല നിൽക്കുന്നത്, അവിടെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് എന്നല്ല. യെസ് അല്ലേ? കുടിക്കേ, കോഫി എടുത്തിട്ട് കുടിക്കത് തണുക്കും അല്ലെങ്കിൽ കുറച്ച് ഷൂറുമായി. യെസ്, അത് നമ്മള് കുറച്ച് കണ്ണിങ്നെസ് വേണം, കുറച്ച് ഷ്രൂഡായിരിക്കണം. ഇതൊക്കെ ആവശ്യത്തിന് വേണം. പ്രത്യേകിച്ചും വെൻ ഇറ്റ് കംസ് ടു നമ്മളൊരു ലീഡർഷിപ്പിലേക്ക് എന്തിനെങ്കിലും ഒരു ഇതിലേക്ക് വരുമ്പോൾ ആ ലീഡറിന് ഇങ്ങനത്തെ കുറച്ച് നല്ല ക്വാളിറ്റീസ് വേണം. ഇതൊക്കെ കുറച്ച് ലെവൽ മാറുമ്പോഴാണ് അത് നെഗറ്റീവ് ആയിട്ട് പോകുന്നത്. നിൽക്കുന്ന ആൾക്കാർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസിന് ആവശ്യം വേണ്ട ഒരു രീതിയിലും. അവര് ജസ്റ്റ് ഇങ്ങനെ അവര് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരാണ്. നോർമൽ പീപ്പിൾ, ദേ ആർ ദ വാണ്ടബീസ്. ദാറ്റ് ഇസ് അവർക്ക് നാളെ എന്തിനെങ്കിലും ഒരു അവസരം കിട്ടാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ. അപ്പൊ കൃഷ്ണയ്ക്കും എപ്പോഴെങ്കിലും ഒരു താല്പര്യം തോന്നിയിട്ടുണ്ട് ഈ ഒരു സംഘടനയുടെ മെമ്പർ ആയിട്ട്? എത്ര വർഷങ്ങളായി? അപ്പം ഇതിനകത്ത് ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സീനിയറോ ജൂനിയറോ ഒന്നും ഉണ്ടാവില്ല. എന്തിന്? നമ്മുടെ ലക്ഷ്യം ഇതൊന്നുമല്ല. ആര് വേണമെങ്കിലും ഭരിച്ചോട്ടെ, അതിലേക്ക് നോക്കിയിട്ടേ ഇല്ല. നമ്മുടെ ആവശ്യം അതൊന്നുമല്ല. നമുക്ക് നല്ല വേഷങ്ങൾ ചെയ്യണം. അപ്പൊ പൊതുവെ ഇപ്പം അഭിനയിക്കാൻ ഇതിലേക്ക് പോകുന്നില്ല, സംഘടനയിൽ ആക്റ്റീവ് അല്ല, അതിലേക്ക് പോകുന്നില്ല, സീറ്റും കാര്യങ്ങളും ഒന്നും ഒരു രീതിയിൽ മോഹിപ്പിച്ചിട്ടില്ല അല്ലെ? അപ്പോ ആക്ടിങ് സൈഡിലേക്ക് വരുമ്പോഴാണെങ്കിലും കൃഷ്ണയ്ക്ക് എന്താ പറയാ, ഇങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും നമ്മൾ പറഞ്ഞു പോവുക, തെറ്റിദ്ധരിക്കപ്പെടുക, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതായത് എങ്ങനെയാ?
ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്താണെങ്കിലും ഇപ്പൊ പറഞ്ഞില്ല എന്തിനാ ഞാൻ വെറുതെ അതിനെയൊക്കെ പോയിട്ട് സംഘടനയുടെ ഭാഗമായിട്ട് ആരുടെയും വെറുപ്പിക്കലോ അല്ലെങ്കിൽ ഒരാൾക്കാർ സ്നേഹിക്കുമ്പോൾ മറ്റൊരാൾക്ക് നമുക്കൊരു വെറുപ്പ് തോന്നും. പക്ഷെ ആക്ട് ചെയ്യാനായിട്ട് സെറ്റിലേക്ക് പോവോ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴോ എപ്പോഴെങ്കിലും ഐ ഗോട്ട് എ ക്വസ്റ്റ്യൻ, പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടില്ല. കാരണം ഞാൻ അതിനെ കണക്ട് ചെയ്യുന്നില്ല. ഞാൻ ആരെയും ഉള്ളിൽ എടുക്കാത്തോണ്ടേ ഞാൻ അവരെ കുറിച്ച് ബോധമല്ല. നല്ല ക്യാരക്ടർ വന്നാൽ മതി, നല്ല നല്ല വേഷങ്ങൾ ചെയ്ത് അതിനകത്ത് എനിക്ക് തരുന്ന ഒരു ക്യാരക്ടറിന് മാക്സിമം. എനിക്ക് എന്നെ സംബന്ധിച്ച് നല്ല സിനിമകൾ ചെയ്യണം, നല്ല വേഷങ്ങൾ ചെയ്യണം. അവിടെ എത്ര നേരമുണ്ടോ, 5 മിനിറ്റ് ഉണ്ടോ 10 മിനിറ്റ് ഒന്നല്ല ശ്രദ്ധിക്കപ്പെടണം. എന്ന് വെച്ചാൽ നമ്മളത് മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകണം സിനിമ. ആൾക്കാരെ പറഞ്ഞു വി ഷുഡ് ടേക്ക് ദിസ് ആസ് എ പാഷൻ. ഇറ്റ്സ് ടഫ് കേട്ടോ, ഇറ്റ്സ് റിയലി ടഫ്. കാരണം ഓരോരുത്തരും സ്ട്രഗിൾ ചെയ്യുന്ന സ്ട്രഗിൾ നോക്കുമ്പോൾ ഞാനൊരു 1% സ്ട്രഗിൾ പോലും എത്തിയിട്ടില്ല. ഇനി അങ്ങോട്ടേക്ക് പോകാൻ കാരണം ഇത് ശരിക്കും പറഞ്ഞ ഒരു വേൾഡ് പൂളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചുറ്റി നമ്മൾ ഇന്നൊരു പടം സാഹസം ഇറങ്ങി, അടുത്ത ആഴ്ച നമ്മൾ നെക്സ്റ്റ് ഒരു സാധനം നമ്മൾ ലോഡ് ചെയ്ത് വെക്കണം. പക്ഷെ അത് ചിലപ്പോൾ ഒരാഴ്ച എടുക്കും, ചിലപ്പോൾ ഒരു മാസം എടുക്കും, ചിലപ്പോൾ ഒരു വർഷം എടുക്കും, ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞായിരിക്കും കിട്ടുന്നത്. അത്രയും നാൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ ഇച്ചിരി പാടാണ്. പ്രത്യേകിച്ചും പാഷനായിട്ട് ഇതിനകത്തേക്ക് വരുമ്പോ നമുക്ക് അവിടെ ഒരു സ്പേസ് കിട്ടുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു സാധനം വരുന്നില്ല എന്ന് പറയുമ്പോൾ ഉള്ള ഒരു മെന്റൽ സ്റ്റേറ്റ് അത് കുറച്ച് ഹാർഡാണ്. ചിലപ്പോ പറയാറുണ്ട് ചില സിനിമ ക്യാൻ മേക്ക് യു ഓർ സംതിങ്, ചിലത് ക്യാൻ ബ്രേക്ക് യു അല്ലെ. അപ്പൊ കൃഷ്ണയുടെ തന്നെ ലൈഫിൽ ഇത്ര അധികം സിനിമകൾ ചെയ്തതില് മേക്ക് ചെയ്തു എന്ന് പറയുന്നതിന്റെ കൂടെ ബ്രേക്ക് ചെയ്തു എന്ന് പറയുന്നതിന്റെ കൂടെ ആ സ്റ്റേറ്റ്മെന്റില് കൃഷ്ണ കൂട്ടിച്ചേർക്കുന്ന മൂവീസിനെ ഒരു ലിസ്റ്റ് പറയാൻ പറ്റുമോ? എന്റെ ഗുഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാജഹാൻ ടൈം. That was a movie which made me. Exactly. ആ ടൈമത്തൊക്കെ നിങ്ങൾ നല്ലൊരു സ്റ്റാർ ഗോൾഡൻ ടൈം. യെസ്. ആ സമയത്ത് കുറച്ച് ഇമ്മച്ചുവർ ആയിരിക്കാം കാരണം I was too young for that, too naive for that. അപ്പോ ആ സമയത്തായിരുന്നു ഞാൻ സ്നേഹിതൻ ചെയ്തു, ഒരുപാട് മൂവീസ് ചെയ്തു, വാടുന്നൂറ് ചെയ്തു. ആ സമയത്ത് ആകെ 2 ചോക്ലേറ്റ് ബോയ്സ് ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് ബോയ് ഞാൻ അല്ല, എന്നെക്കാളും വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു മുമ്പിൽ നിൽക്കുന്നത്. അറിയാം. ആ പുള്ളിക്ക് ഡേറ്റ് ഇല്ലെങ്കിൽ മാത്രമേ എന്നെ വിളിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ പുള്ളിക്ക് എപ്പോഴും ഡേറ്റ് ഇല്ല. അപ്പൊ എനിക്ക് ലോട്ടറി അടി. അന്ന് ഈ 2 പേരുണ്ടായിരുന്നു. പിന്നെ പോകെ 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 ഈ ചോക്ലേറ്റ് ട്രെൻഡ് അങ്ങ് മാറി. പിന്നെ കുറച്ചും കൂടെ മാൻലി ട്രെൻഡ് വന്നു. അപ്പൊ മാൻലി ട്രെൻഡ് വരുമ്പോ നമുക്ക് ഈ നെക്സ്റ്റ് ഡോർ ബോയ് അങ്ങനത്തെ ലുക്ക് ആയിരുന്നു വേണ്ടത്. അപ്പൊ വേഷങ്ങൾ കുറഞ്ഞു. പക്ഷെ എനിക്ക് ഈ ഒരു തിങ്കിങ് നീ കുറച്ച് നാള് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആയി ആസ് എ പേഴ്സൺ. ഞാൻ ഇന്നിരിക്കുന്ന പൊസിഷൻ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എവിടെയെങ്കിലും ദൈവം ഇച്ചിരി ബോണസ് ഇട്ട് തരും. ശരിക്കും പറഞ്ഞാൽ ഈ ഇന്റർവ്യൂല് വരാൻ സാധിച്ചൊരു സാഹസം എന്നൊരു പടമാണ്. അല്ലെങ്കിൽ ആൾക്കാർ ഓർക്കണ്ട. ഇപ്പൊ അപ്പു എന്നെ വിളിച്ചപ്പോ പറഞ്ഞു, ചേട്ടന്റെ വേഷം നന്നായിട്ട് ചേട്ടാ, എന്നാ പിന്നെ വന്നിട്ടും ചെയ്യാം. വേറെ ആര് വിളിച്ചു എന്നല്ല, വേറെ 2-3 പേര് വിളിച്ചു. പക്ഷെ അതൊരു നോർമൽ ഒരു ഇന്റർവ്യൂ മോഡ്. ചേട്ടാ എന്തൊക്കെയാ ചേട്ടന്റെ വിഷമങ്ങൾ എപ്പൊ ചോദിച്ചാലും ഫസ്റ്റ് ഡിപ്രഷനിലോട്ടാണ്. സെല്ലിങ്. ഒരാളുടെ വിഷമമാണ് അവിടെ. ഞാനിപ്പോ ഇവിടെ വിഷമം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആബ്സല്യൂട്ട്ലി ഗ്രീൻ സോൺ ആണ്. കാരണം എന്റെ സൈഡില് സിനിമ ഉള്ളത് കൊണ്ടല്ല, എന്റെ ബിസിനസ് ഉള്ളത് കൊണ്ട് സ്ട്രോങ്. അതുകൊണ്ടാണ് അതില് ഒരു ഫിനാൻഷ്യൽ സൈഡ് എപ്പോഴും സെക്യൂർഡ് ആയിട്ട് എനിക്കൊരു പ്ലസ് സൈഡ് ഉണ്ട്. അതെ, ഫിനാൻഷ്യലി ഇന്ന് എല്ലാവരും സിനിമയിൽ ഇറങ്ങുന്ന എല്ലാവരും ദാരിദ്ര്യമുള്ളവരല്ല. എല്ലാരും എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാരും ഫിനാൻഷ്യലി വെരി സൗണ്ട് ആണ്, എല്ലാരും സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ക്രോഡ്സ് ഉള്ള ആൾക്കാരാണ്. ഒരാള് സിനിമ ഇത് വരുമ്പോൾ അദ്ദേഹം കഥ സ്വന്തം കാശ് കൊണ്ട് എഴുതി, അദ്ദേഹം ആർട്ടിസ്റ്റിനെ ഫിക്സ് ചെയ്ത് എല്ലാം അപ്ന റോളിംഗ് ആണ് ഇന്നത്തെ കാലത്ത്. സോ ഇപ്പൊ ഫിനാൻഷ്യൽ സൗണ്ട് ഉള്ള പിള്ളേരാണ് കൂടുതലും ഉള്ളത്. സോ അതല്ല, എന്നാലും എനിക്ക് കൃഷ്ണ ഉദ്ദേശിച്ച പോയിന്റ് എനിക്ക് മനസ്സിലായി അത് എന്തുകൊണ്ടാണെന്ന്. അപ്പൊ അതേപോലെ തന്നെ സിനിമനെ കൃഷ്ണനെ മേക്ക് ചെയ്ത മൂവീസിന്റെ പേര് പറഞ്ഞു. അതുപോലെ ബ്രേക്ക് ചെയ്തു എന്ന് തോന്നുന്ന ഒരു മൂവി
അല്ലെങ്കിൽ വേണ്ടിയിരുന്നില്ല ക്യാരക്ടർ എനിക്ക് അങ്ങനെ ഒരു പടവും ഞാൻ തോന്നിയിട്ടില്ല. കാരണം ഐ വാസ് എന്താ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഗ്യാപ്പാണ് എന്നെ എവേ ആക്കിയത്. ഒരു ചോക്ലേറ്റ് ഇമേജ് എന്നുള്ള ഒരു ഫേസ് ആയിരുന്നു എന്നെ ഇതാക്കിയത്. അത് ബ്രേക്ക് ചെയ്തൊരു ചോക്ലേറ്റ് ഇമേജ് ട്രാഫിക് എന്ന സിനിമയാണ്, സഞ്ജയ് ബോബിയുടെ ട്രാഫിക്. അവിടെയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടർ കിട്ടിയത്. അടി കിട്ടുന്ന ക്യാരക്ടർ അനിയത്തിപ്രാവ് എന്ന് പറഞ്ഞ മൂവിയാണെങ്കിൽ പോലും ശരിക്കും അത് കൃഷ്ണ ഇന്നും തിരിഞ്ഞു നോക്കുമ്പോൾ നിർത്തി, ആ പണി നിർത്തി. എന്ത്? ഞാൻ തിരിഞ്ഞു നോക്കൽ നിർത്തി. അനിയത്തിപ്രാവ് എന്ന സിനിമ അത് ചാക്കോച്ചന് പറ്റിയൊരു സിനിമയാണ്. അത്രയേ ഉള്ളൂ. എനിക്ക് അതിനെ കുറിച്ച് ഒന്നും സംസാരിക്കാനില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇനി അത് സംസാരിക്കണ്ട, പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, പുള്ളിയൊക്കെ വേറെ ലെവലിലാണ്. ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് അനിയത്തിപ്രാവ്. എന്റെ രീതി, പുള്ളിയുടെ രീതിയൊക്കെ വേറെ. ഇതിനിടയിൽ ഞാനൊരു വേറൊരു ഗുഡ് ന്യൂസ് കേട്ടല്ലോ. എന്താണ്? കൃഷ്ണ ബിഗ് ബോസിലേക്ക് പോണു, വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരുന്നു. കുറെ വർഷങ്ങളായിട്ട് കൃഷ്ണനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. കൃഷ്ണ വരൂ 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 എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ബിഗ് ബോസ് വിളിക്കുകയാണ്. എന്തുകൊണ്ടാ പോവാത്തെ? പക്ഷെ ഈ പ്രാവശ്യം പോവാൻ തീരുമാനിച്ചു അല്ലേ? ഇത്തവണ എന്നെ വിളിച്ചു, കഴിഞ്ഞ തവണയും വിളിച്ചു അല്ലേ? ഈ പ്രാവശ്യം വൈൽഡ് കാർഡിൽ പോണ്ട് ആണോ? അല്ലേ? അടുത്ത ആഴ്ച പോവാലോ. പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാരും എല്ലാം അറിഞ്ഞു. ഇനിയിപ്പാണോ കള്ളം പറയണേ? ഏയ് കൃഷ്ണ കമോൺ. ഞാൻ പോവും തോന്നുന്നുണ്ടോ രമ്യക്ക്? എന്തുകൊണ്ടാ പോവാത്തെ? കാരണം എനിക്ക് അങ്ങനെ ഒന്നും പറ്റത്തില്ല. ഞാൻ പ്രത്യേകിച്ച് ഇത്തവണ ഒട്ടും പറ്റത്തില്ല. കാരണം അതെന്റെ കപ്പ് ഓഫ് ടീ. കാരണം ആ ഒരു ഫെയിം വേണ്ട എനിക്ക്. ആണോ? കാരണം കുറച്ചുകൂടെ നമ്മുടെ രണ്ടും കൽപ്പിച്ചൊരു പോക്കില്ലേ, അത് ഉള്ളൊരു സംഭവമാണ്. കാരണം അത് എന്താ അതിനകത്ത് നടക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം ഒത്തിരി സ്റ്റഡി ചെയ്യാൻ നോക്കിയിട്ടും മനസ്സിലാവും. കഴിഞ്ഞ തവണ എന്നെ വൈൽഡ് കാർഡിന് വിളിച്ചിരുന്നു. ഇത്തവണ തുടക്കം തന്നെ എന്നെ വിളിച്ചിരുന്നു. കാരണം ഒരു ആർട്ടിസ്റ്റ് ആയിട്ടായിരിക്കും ഒരുവനെ വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണയും വിളിച്ചു, ഇത്തവണയും വിളിച്ചു. അപ്പൊ ഞാൻ നോന്ന് പറഞ്ഞിട്ടില്ല. കാരണം നാളെ എനിക്ക് ഇവർ എപ്പോ ആവശ്യം വരും എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോ പോവും, പക്ഷെ എന്നാലും ഒരു 99% പോവാതിരിക്കാൻ നോക്കും. പക്ഷെ പറയാൻ പറ്റില്ല. നാളെ ചിലപ്പോ ഇന്റർവ്യൂ വന്ന് വരുമ്പോൾ ഞാൻ അവിടെ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. അപ്പൊ പോകാനും പോവാതിരിക്കാനും ഉള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പക്ഷെ അറിഞ്ഞത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 7 7ന്റെ പണി വാങ്ങാനായിട്ടോ ഗെയിം ചേഞ്ചർ ആയിട്ടോ പറയാൻ പറ്റത്തില്ല. ഒരു മൂടങ്ങ് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് പോയി അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരും. പിടിച്ചേക്കാൻ പറ്റില്ല. കാണാറുണ്ടോ ബിഗ് ബോസ്? ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. എല്ലാ സീസൺസും തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നോണ്ടായിരിക്കും ഒരുപക്ഷെ എന്താണ് അവരുടെ ആ ഒരു ഗെയിം പ്ലാൻ, എങ്ങനെയാണ് അത്, അതിന്റെ ഒരു കോണ്ടന്റ് അത് മനസ്സിലാവാത്തത് ചിലപ്പോൾ പറ്റുന്നില്ല. അത് റെഗുലർ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പെട്ടെന്ന് ഒരാളായിട്ട് ഞാനാണെങ്കിൽ ഫ്രണ്ട്സിനെ തെരഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്, പിടിക്കുന്ന ആളാണ്. പെട്ടെന്ന് എടാ പോടാ വാടാ പോടാ, നമുക്ക് അതിന് കുറച്ച് ടൈം എടുക്കുന്നതേ. നമുക്ക് ഒരാളായിട്ട് കണക്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ രമ്യ പറഞ്ഞ പോലെ ചിലപ്പോ ഞാനങ്ങ് പോകും. എന്താണെന്ന് അറിയണോ? അതെ, ഇത് എന്താണെന്ന് നേരിട്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വരാനായിട്ട് അല്ലേ? പറയാൻ പറ്റില്ല. അപ്പൊ മിക്കവാറും ഈ പ്രാവശ്യത്തെ സീസൺ 7 വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് എന്തായാലും നമുക്ക് ഒരാഴ്ചയോ ഒരു മാസം കാത്തിരിക്കണോ വൈൽഡ് കാർഡ് എൻട്രി കയറാനായിട്ട്? അപ്പൊ കാത്തിരി നമുക്ക് കാണാം. എന്തായാലും ഇത്രയും സീസൺ 6 വരെ കഴിഞ്ഞിട്ട് അതില് ഏറ്റവും കൂടുതൽ ഇതിനകത്തുനിന്ന് ജയിച്ചു വന്ന ആരെങ്കിലുമായിട്ട് നല്ല കണക്റ്റഡ് ആണോ? അങ്ങനെ പരിചയമൊന്നുമില്ല ആരുമായിട്ടും? ഓക്കെ, പരിചയമുണ്ട്, കണക്റ്റഡ് ഒന്നും അല്ല. ഓക്കെ, അവരൊന്നും ഇൻഡസ്ട്രി എനിക്ക് അവരെ ആവശ്യം തോന്നിയിട്ടില്ല, അവർക്ക് പിന്നെ ആവശ്യം തോന്നിയിട്ടില്ല. എന്റെ ഒരു പാത്ത് വേറെ ഏതുകൊണ്ടായിരിക്കാം. കൃഷ്ണ പറഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഒരു ബ്രീഫിംഗിലേക്ക് ഒന്ന് പോവാം കേട്ടോ. കൃഷ്ണ കാരണം കുറച്ച് നായികമാർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ ലക്കി ചാമായിരുന്നു. കുറെ നായികമാർ. ആർക്കൊക്കെയായിരുന്നു? പേര് പറയാലോ. ലക്കി ചാം ദയ എന്ന സിനിമ, മഞ്ജു വാര്യർ. പിന്നെ ആരാണ് ആ സമയത്ത് എത്ര മൂവീസ്? ഇന്ദ്രജ, സംയുക്ത വർമ്മ, കുറെ പേര് ലക്കി ചാമായിരുന്നു. എന്നോട് അഭിനയിച്ചവരൊക്കെ
വേറെ ലെവലിലാണ്. ഓക്കെ, ഇപ്പൊ അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് പിന്നെ. അല്ലേ? നമ്മള് അതിന്റെ ആ ഒരു അവരുടെ ആ കാവ്യ. അതെ. പക്ഷെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാവ്യ. അതെന്താ? പാവം. എനിക്കെന്തോ വളരെ മേ ബി പേഴ്സണൽ, ബാക്കി ആരുമായിട്ട് ഞാനൊരു കണക്ട് വെക്കാത്തോണ്ടായിരിക്കും ഇഷ്ടം. ഇഷ്ടം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട്. ഓക്കെ.